വർഷം മുഴുവൻ നല്ല ഫ്രഷായിട്ടുള്ള മാമ്പഴം കഴിക്കണമെങ്കിൽ മാമ്പഴം നമുക്കിതുപോലെ ഫ്രഷായിട്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. നാച്ചുറലായിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അത് ജ്യൂസാക്കിയോ അല്ലാതെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് പീസസ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇനി നിങ്ങൾക്ക് കറി വെക്കാനുള്ള മാമ്പഴമാണെങ്കിൽ അത് സെപ്പറേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു മെയ് മാസത്തിലാണ് ഏറ്റവും നന്നായിട്ട് മൂത്ത് പഴുത്ത മാമ്പഴം വരുന്നത്. ഇപ്പോഴാണ് ഏറ്റവും നല്ല സമയം ഇത് പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട്. ഒരു കെമിക്കലും ചേർക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നല്ല നാച്ചുറലായിട്ട് തന്നെ ഇത് പ്രിസർവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് വെച്ചിരുന്നാൽ മാമ്പഴത്തിൻ്റെ കളറും മാറില്ല, ടേസ്റ്റും മാറില്ല. അപ്പോൾ അത് കണ്ടു നോക്കാം. ഇത് മല്ലികയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഏത് വെറൈറ്റി വേണമെങ്കിലും എടുക്കാം. നാടൻ മാമ്പഴമാണ്, അതും കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന മാമ്പഴം നമുക്കറിയാമല്ലോ മധുരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനത്തതും എടുക്കാം. എടുക്കുമ്പോൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, നന്നായിട്ട് മൂത്ത് പഴുത്തായിരിക്കണം, പിഞ്ച് മാങ്ങ ആയിരിക്കരുത്. ഈ മാങ്ങ ഞാൻ നല്ലപോലെ കഴുകിയിട്ട് തുടച്ചെടുത്തിട്ടുള്ളതാണ്. വെള്ളമായി ഒട്ടും ആവരുത്. എങ്ങും തന്നെ നമ്മളെടുക്കുന്ന സ്പൂണിലോ അല്ലെങ്കിൽ കത്തിയിലോ ഒന്നും വെള്ളമായി ഉണ്ടാവരുത്. ഇതുപോലെ തൊലി ഒന്ന് ചെത്തിയെടുക്കാം, എന്നിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ആദ്യം ഞാൻ കാണിക്കുന്ന കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എങ്ങനെ സൂക്ഷിക്കാമെന്നാണ്. നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകി നന്നായിട്ട് ഉണങ്ങിയ പാത്രങ്ങളായിരിക്കണം. ഗ്ലാസിൻ്റെ ബൗളുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇത് മുറിച്ച് നമ്മൾ ബൗളിലേക്ക് ഇട്ടാൽ പിന്നെ കൈ കൊണ്ട് അധികം ടച്ച് ചെയ്യാതിരിക്കണേ, കാരണം നമ്മുടെ കൈയുടെ ചൂട് വരുമ്പോൾ അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം കൂടും. ഈ ഒരു മാങ്ങ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ പ്രിസർവ് ചെയ്ത് വെക്കുന്നത് അതിലേക്ക് മാറ്റാം. സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഒരു കാരണവശാലും വെക്കരുത്, അതുപോലെ പ്ലാസ്റ്റിക് പാത്രത്തിലും വെക്കരുത്. പിന്നെ സിപ്പ് ലോക്ക് കവറാണെങ്കിൽ അത്രയും കുഴപ്പമില്ല, എന്നാലും ഗ്ലാസ് ബൗളുകൾ തന്നെയാണ് എപ്പോഴും നല്ലത്. ഇവിടെ പ്രിസർവേറ്റീവായിട്ട് ഞാൻ ഷുഗറാണ് ഉപയോഗിക്കുന്നത്. ഷുഗർ ഞാനൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബൗളിലേക്ക് ആദ്യം 1 ടീസ്പൂൺ ഷുഗർ നമുക്ക് ഇട്ട് കൊടുക്കാം. പാത്രത്തിൻ്റെ അടിഭാഗത്ത് എല്ലായിടത്തും വരത്തക്ക രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 ലെയർ മാംഗോ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ പാത്രത്തിൽ ഒരുപാട് കുത്തി നിറച്ചിടരുത്, ഗ്യാപ്പ് ഉണ്ടാവണം. ഇത് പുറത്തെടുത്ത് കഴിക്കുന്ന സമയത്ത് 1-2 പ്രാവശ്യം കൊണ്ട് കഴിച്ച് തീർക്കാൻ പാകത്തിനുള്ള അളവിൽ നമ്മൾ ഒരു ബൗളിനകത്ത് മാംഗോ നിറയ്ക്കാൻ പാടുള്ളൂ. കൈകൊണ്ട് തൊടാതെ സ്പൂണോ തവിയോ വെച്ചിട്ട് വേണം ഇത് എടുത്തിടാൻ. അപ്പോൾ 1 ലെയർ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും അല്പം ഷുഗറും കൂടി ഒന്ന് തൂവിയിട്ട് വീണ്ടും അടുത്ത ലെയർ ഇടാം. ഈ ഒരു ബൗളിനകത്ത് ഞാൻ 2 ലെയർ ഇടുന്നുള്ളൂ, അതിനുള്ള ഒരു സ്പേസ് ഇതിനകത്തുള്ളൂ. ഏകദേശം ഒരു 1/2 കിലോയ്ക്ക് അടുത്ത് വരുന്ന ഒരു മാങ്ങയായിരുന്നത്. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. 2 ലെയർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് അല്പം പഞ്ചസാരയും കൂടെ തൂവിയിട്ട് ഇനി ഒരു കാര്യം കൂടെ ചെയ്യണം. ഒരു നാരങ്ങയുടെ പകുതി ഞാൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങയുടെ നീര് നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ട് ഒരു കാരണവശാലും ഒഴിക്കരുത്. കുറച്ച് കഴിയുമ്പോൾ അതിന് കയ്പ്പരസം വരും. അപ്പം ഫ്രഷായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ മാംഗോ പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് എടുക്കുമ്പോൾ അതിനൊന്നെങ്കിൽ കയ്പ്പരസമായിരിക്കും, അല്ലെങ്കിൽ കളറ് മാറിയിട്ടുണ്ടാവും. ഇനി ഇത് നന്നായിട്ട് അടച്ച് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു കെമിക്കലും ചേർക്കേണ്ട കാര്യമില്ല. നല്ല ഫ്രഷായിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കഴിക്കുന്ന പോലെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. നമ്മൾ കഴിക്കുന്നതിന് കുറച്ച് നേരം മുന്നേ തന്നെ ഇത് പുറത്തേക്ക് എടുത്ത് വെക്കണം എന്ന് മാത്രം. ഇനി അടുത്ത ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ പൾപ്പ് എടുത്ത് സൂക്ഷിച്ച് വെക്കാനാണ്. നമുക്ക് ജ്യൂസാക്കി കുടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പുഡിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ നന്നായിട്ട് പഴുത്ത മാങ്ങ, നല്ലപോലെ പഴുത്ത മാങ്ങ എടുക്കണേ. നന്നായിട്ട് ഇത് ഞാൻ കഴുകി തുടച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി ഇത് നമ്മൾ നിലത്ത് വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അതായത് അതിനകത്ത് ആ പഴുപ്പെല്ലാം കൂടെ അതിൻ്റെ സ്കിന്നിൽ നിന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ നാരങ്ങയൊക്കെ ജ്യൂസ് പിഴിയുന്നതിന് മുന്നേ ഇതുപോലെ നിലത്തിട്ടിട്ട് ഒന്ന് റബ്ബ് ചെയ്യില്ലേ എന്ന് പറഞ്ഞ കൂട്ടം ചെയ്താൽ മതി. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്തെടുക്കണേ. വെറുതെ നിലത്തിട്ട് റബ്ബ് ചെയ്യാതെ എന്തെങ്കിലും ഒരു തുണിയുടെ മേളിൽ വെച്ചിട്ട് റബ്ബ് ചെയ്യണേ. ഇനി ഇതിൻ്റെ മുകളിലും താഴെയും നമുക്ക് റബ്ബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കയ്യിലെടുത്തിട്ട് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ സ്കിന്നിൽ നിന്ന് ഇതിൻ്റെ പൾപ്പ് മുഴുവൻ വിട്ടു പോരണം. അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുത്ത് ജ്യൂസാക്കി വെച്ചാൽ പോരെയെന്ന്. നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പം ഇതിൻ്റെ പൾപ്പ് ഒന്നാമത് ചൂടാകും. അത് മാത്രമല്ല, വെള്ളത്തിൻ്റെ അംശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ പറയുന്ന രീതിയിൽ പ്രിസർവ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഇത് ഫ്രഷായിട്ടിരിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം പാത്രം യൂസ് ചെയ്യുന്നതാണ് ഇതിന്. ഞാൻ പറഞ്ഞല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ അങ്ങനെയുള്ള ഒരു പാത്രങ്ങളും ഇതിന് യൂസ് ചെയ്യാതിരിക്കുക. ഗ്ലാസിൻ്റെ ജാറുകളോ അല്ലെങ്കിൽ ബൗളുകളോ എന്തെങ്കിലും യൂസ് ചെയ്യുക. നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ മാമ്പഴം ഉണ്ടല്ലോ, അത് ഞാൻ ഓൾറെഡി പ്രിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അതറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് സീഡോട് കൂടി നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അല്പം പഞ്ചസാരയും കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. വേവിച്ച് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കുക. എന്നിട്ട് തണുത്ത് കഴിയുമ്പം അത് നല്ലൊരു കണ്ടെയ്നറിലാക്കി ഫ്രീസറിലേക്ക് വെക്കുക. അത്രയും ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഈ മാങ്ങ നല്ലപോലെ ഞാൻ പ്രസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ കൈയൊക്കെ ഒന്ന് തുടച്ച്, ഒട്ടും വെള്ളമയം ഉണ്ടാവരുത്. ബൗളും എല്ലാം നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ക്ലീനായിട്ടുള്ള ഈ ബൗളിലേക്ക് നമുക്ക് പൾപ്പെടുക്കാം. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഒന്ന്
ചൂടാക്കിയിട്ട് എടുത്താലും നല്ലതാണ്. ചൂട് പാത്രത്തിലേക്ക് ഒഴിക്കരുത്, അത് തണുത്തതിന് ശേഷം. ഇനി ഇതിൻ്റെ മേളിലെ ആ ഞെടുപ്പ് നമുക്ക് കൈകൊണ്ട് തന്നെ അങ്ങ് എടുത്ത് കളയാം. ഇപ്പം മാങ്ങയുടെ കവറിനകത്ത് ആ പഴുപ്പെല്ലാം സെപ്പറേറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഒരു ബാഗ് പോലെ ഇപ്പം എനിക്ക് തോന്നുന്ന കൈ പിടിക്കുമ്പോൾ. ഇനിയിപ്പം ഈ ഒരു സൈഡിൽ കൂടെ നമുക്കിത് പ്രസ് ചെയ്ത് ഇതിനകത്തേക്ക് അങ്ങ് ഒഴിക്കാം. ഇങ്ങനെ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റിയ മാമ്പഴമാണ് ഈ മല്ലിക. ഇത് മല്ലികയാണ്. കേസർ നല്ല വെറൈറ്റിയാണ്. അതുകൂടാതെ അൽഫോൻസോ നല്ലതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നല്ല അൽഫോൻസോ കിട്ടാറില്ല, ഡ്യൂപ്ലിക്കേറ്റാണ് വരുന്നതെല്ലാം. അത് നല്ല വിലയുണ്ട് അതിന്. പിന്നെ നമ്മുടെ നാടൻ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന നീലമാങ്ങ ഉണ്ടല്ലോ, അതും നമുക്കിതുപോലെ തന്നെ സൂക്ഷിച്ച് വെക്കാം. നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന നല്ല നല്ല വെറൈറ്റികളൊന്നും നമുക്കിവിടെ കിട്ടാനില്ല. അവിടെയുള്ളവർക്ക് ഇതുപോലെ നല്ല അൽഫോൻസോയുടെയൊക്കെ നല്ല വെറൈറ്റി കിട്ടും. അത് ഇതുപോലെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. നല്ല മധുരമുള്ള ജ്യൂസി ആയിട്ടുള്ള മാങ്ങയാണിത്. നല്ല കളറില്ല ഇതിന് കാണാനായിട്ട്. ഇനി ഇതിൻ്റെ തൊലിയിൽ പറ്റി പിടിച്ചിരിക്കുന്നത് ഒരു സ്പൂണ് കൊണ്ട് വടിച്ചെടുക്കാം. ഈ മാങ്ങയുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാലുണ്ടല്ലോ, ഇതിൻ്റെ സീഡിന് ഒട്ടും കട്ടിയുണ്ടാവില്ലേ, തീരെ ബ്ലേഡ് പോലെ ഇരിക്കുന്ന സീഡാണ്. മാക്സിമം ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ പഴുപ്പ് തന്നെയാണ്. അപ്പം നമ്മൾ എത്ര വില കൊടുത്ത് വാങ്ങിച്ചാലും നഷ്ടമില്ല ഇത്. പക്ഷേ ഇതിന് അധികം വിലയൊന്നുമില്ല ഈ മാങ്ങയ്ക്ക്. ഓൾറെഡി ഈ പഴുപ്പിനോടൊപ്പം അതിൻ്റെ സീഡ് ഇതിലേക്ക് വീണിട്ടുണ്ട്. ആ സീഡിലുള്ള പൾപ്പ് നമുക്ക് കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ജ്യൂസിനുള്ളതായതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് തൊട്ടാലും കുഴപ്പമില്ല. കൈ നല്ല വൃത്തിയായിരിക്കണം എന്ന് മാത്രം. ഇപ്പം ഞാൻ അതിൻ്റെ കവറിനകത്തുള്ളതൊക്കെ എടുത്തു. ഇനിയിപ്പം സീഡിലുള്ളത് എടുക്കാം. ഈ സീഡ് കയ്യിൽ പിടിക്കാൻ തന്നെ ഇല്ല, കണ്ടോ. ഇതിന് ആ മാങ്ങയുടെ അത്ര നീളമുണ്ട്, പക്ഷേ ഒട്ടും കട്ടിയില്ല. ഇനിയിപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു സ്പൂൺ എടുത്തിട്ട് ഇതേ നിങ്ങൾ വടിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെ ഇത് പിഴിഞ്ഞെടുത്തു. ഈ ഒരു പൾപ്പിനകത്ത് ഞാൻ നാരങ്ങാനീരല്ല പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്നത്. അതെന്താണെന്ന് കാണണ്ടേ. ഈ വീഡിയോ കാണുന്നവർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ചോദിക്കണേ. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാനായിട്ട്. ഈ പൾപ്പിനെ നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്കാക്കി മാറ്റാം. ഇതുപോലെ ഒരു ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി തുടച്ച് ഉണക്കിയെടുത്തേക്കുന്നതാണ്. പൾപ്പിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഗ്ലാസ് ജാറിലേക്ക് അതങ്ങ് ഒഴിക്കാം. ഈ പൾപ്പ് നമുക്ക് ഇപ്പോൾ ഉടച്ചെടുക്കേണ്ട കാര്യമില്ല. ഇത് ഇതുപോലെ തന്നെ അങ്ങ് സൂക്ഷിച്ച് വെച്ചാൽ മതി. നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ മിക്സിയിലിട്ട് അടിച്ചിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. ഈ ഒരു ഗ്ലാസ് ജാറിനകത്ത് ഞാൻ 2 മാംഗോയുടെ പൾപ്പ് സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു മാംഗോയുടെ പൾപ്പും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നിറയ്ക്കണേ, ഫുള്ളായിട്ട് നിറച്ച് വെക്കരുത്. ഞാൻ പറഞ്ഞിരുന്നില്ല ഇതിനകത്ത് ഞാൻ നാരങ്ങാനീരല്ല പ്രിസർവേറ്റീവായിട്ട് ചേർക്കുന്നതെന്ന്. അത് ഞാൻ കാണിച്ചു തരാം. മാംഗോയുടെ സീഡ് തന്നെയാണ് ഞാൻ പ്രിസർവേറ്റീവായിട്ട് ചേർക്കുന്നത്. ഇതിനകത്ത് ഈ മാങ്ങയുടെ സീഡ് ഇതിനകത്ത് കൊള്ളില്ല, ഒക്കെ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ മേളിലേക്ക് വരും. അത് കാരണം ഞാൻ ചെറിയൊരു മാങ്ങ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സീഡാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ പരന്ന പാത്രത്തിലാണ് ഇത് ഒഴിച്ചു വെക്കുന്നതെങ്കിൽ 2 സീഡ് അല്ല 3 സീഡ് വരെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഹൈറ്റുള്ള ജാറായതുകൊണ്ട് ഇതിനകത്ത് ഞാൻ ഒരൊറ്റ സീഡേ ഇടുന്നുള്ളൂ. മാംഗോയുടെ സീഡ് നല്ലൊരു പ്രിസർവേറ്റീവാണ്. മാംഗോ കേടാകാതെ സൂക്ഷിക്കുന്നത്. ഇനി ഇത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഈ പറയുന്ന രീതികളൊന്നും തെറ്റിക്കാതെ ഇതുപോലെ പ്രിസർവ് ചെയ്ത് വെച്ചാൽ നല്ല മാമ്പഴം നമുക്ക് വർഷം മുഴുവൻ കഴിക്കാം. അതുപോലെ നല്ല മാംഗോ ജ്യൂസും കുടിക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്